പ്രോഗ്രാമിന്റെ ഈ ഒരു മെഗാ ഇവന്റിന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റായ അഭിരാമി ചേച്ചിയാണ്. അസാധ്യമായിട്ടുള്ളൊരു സിംഗർ കൂടിയാണ് അഭിരാമി ചേച്ചി. നമുക്ക് വേണ്ടി നമ്മുടെ അമൃത ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവിടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലെ ഷാൻ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ബ്യൂട്ടിഫുൾ സോങ്, ഒരു മലയാളം സോങ് നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരാൻ പോവാണ്. ചേച്ചീനെ നല്ലൊരു കൈയടിയോടെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ചേച്ചി പ്ലീസ്. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിൽ പാറി പാറി എന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. ചിപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടുമാശകൾ കാണുവാൻ മോഹമായി. ഒരു കാറ്റൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവും അണയും. ഒരു ചിപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടുമാശകൾ കാണുവാൻ മോഹമായി. പൂവിന്റെ മാറിലെ മധുവാർന്നൊരു നറുതേൻ തുള്ളി പോലാർദ്രമാം നെഞ്ചിലെ പ്രിയമാർന്നൊരാ മുഖമെന്നെന്നും നീ അറിയോ ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിൽ പാറി പാറി എന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, തന്നനനനാനന തന്നനനനാനന ശ്രീരാഗം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ഭയങ്കര ഫാനായി. അഭിനയത്തിൽ മാത്രമല്ല ഇപ്പൊ പാട്ടിലും. കാരണം എന്തൊരു വോയിസ് കൺട്രോൾ ആയിരുന്നു അല്ലേ ശ്രീയേട്ടാ? അസലായിട്ട് പാടി. കാരണം എനിക്ക് നേരത്തെ അറിയാം, നിങ്ങള് ഷോസിന് ഒരുമിച്ച് പോയിട്ടുണ്ട്, അന്നൊക്കെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വേദിയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ പാടുന്നത് ശ്രീകുട്ടേട്ടൻ്റെ കൂടെയാണ്. അതൊരു ക്ലാസിക്കൽ ടച്ച് കൂടെ ഉണ്ട്, ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ടച്ച് ഉണ്ട്. അതൊക്കെ നല്ല അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്.
ബ്യൂട്ടിഫുൾ സിംഗറാണ്. താങ്ക് യു. ശ്യാം സാർ, എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ സൗണ്ടുമായിട്ട് ഭയങ്കര ചേരുന്ന ഒരു പാട്ടായിരുന്നു ഇല്ലേ ഇത്? ഈ അഭിരാമി ഒരു സിനിമാ താരമാവുന്നതിന് മുമ്പ് എനിക്കറിയാം. ഓ, വളരെ കുട്ടിയായിരിക്കുമ്പോഴേ എനിക്കറിയാവുന്നതാണ്. ഒരു പാട്ടുകാരിയാണെന്ന് എനിക്ക് ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഐ ന്യൂ ദാറ്റ് ഷീ ഈസ് എൻ എക്സെപ്ഷണലി ടാലന്റഡ് ആക്ടർ വിച്ച് ഈസ് യെറ്റ് ടു ബി റിയലൈസ്ഡ് ആക്ച്വലി ദാറ്റ് ഫുൾ പൊട്ടൻഷ്യൽ ഐ തിങ്ക്. പക്ഷേ ഇത്രയും നല്ല ഒരു പാട്ടുകാരിയാണ്. ഇത്രയും ഭാവാത്മകത എന്നുള്ളത് ഒരു ആക്ടർ ആയതുകൊണ്ട് കൂടി കിട്ടിയിട്ടുള്ള ചില ക്വാളിറ്റീസാണ്. എനിവേ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഇറ്റ് സർപ്രൈസ് മീ. താങ്ക് യു സോ മച്ച്. മ്യൂസിക് കയ്യിലില്ലെങ്കിൽ വേറൊരു തമിഴ് ചാനലിൽ ജഡ്ജായിട്ടിരിക്കില്ലെന്നോ. അതാണ്. സംഗീതം മനസ്സിലുള്ളവരെയൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ നവരാത്രിക്കൊക്കെ കൊലു വെച്ച സമയത്ത് പാടാൻ വരാറുള്ള ഒരു കൊച്ചുകുട്ടിയെ പറ്റി ഞങ്ങളുടെ ഓഫീസിലുള്ള പ്രിയ പറയാറുണ്ട്. അച്ചോടാ. അതുകൊണ്ട് സംഗീതം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അത് നമ്മൾ ചുണ്ടല് കിട്ടുമെന്നുള്ളൊരു കൊതി കൊണ്ട് പോയിരുന്ന് പാടുന്നതല്ലേ. തുടക്കം അങ്ങനെയാണല്ലോ, അങ്ങനെയല്ലേ തുടക്കം അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഒരു കമ്പോസർ എന്നുള്ള നിലയ്ക്ക് അഭിരാമി ഇപ്പൊ പാടിയപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് ഞെട്ടിപ്പോയി. കാരണം അഭിരാമി എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലയാളത്തിൽ മുഖ്യ നടിയായിട്ട്, ഹീറോയിനായിട്ട് അതിന് മുമ്പൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും ചെറിയ വേഷം, പക്ഷെ മുഖ്യ നടിയായിട്ട് അഭിനയിച്ച അതെ. ഞങ്ങൾ സന്തുഷ്ടരായ എന്ന് പറഞ്ഞ പടത്തിൽ വന്ന കുട്ടിയാണ് അഭിരാമി. അതെ അതെ. ഇത്രയും മനോഹരമായിട്ട് പാടാൻ കഴിവുള്ള ഒരു 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 ഗായികയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാട്ടുകളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഈ ഗൈഡ് ഞാൻ കൊടുത്തോണ്ട് തന്നെ സീരിയസ്ലി ഞാൻ ഭയങ്കര ഫാനായി പോയി ചേച്ചിയുടെ. താങ്ക് യു. പ്ലീസ്